Assalamu alaikum. Welcome to Zahrabanu Cooking and Tips. ഇന്ന് നമുക്കിവിടെ ഒരു പൊട്ടാറ്റോ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ പൊട്ടാറ്റോ പുഴുങ്ങിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുഴുങ്ങിയത് പൊട്ടാറ്റോ കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതാണ് പൊട്ടാറ്റോ. ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് പുഴുങ്ങിയ പൊട്ടാറ്റോ ആണ്. ഞാൻ ഇതുപോലത്തെ ചെറിയ പൊട്ടാറ്റോ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ. ഞാനത് പുഴുങ്ങിയത് തൊലിയോട് കൂടിയാണ്, ഉപ്പിട്ട് പുഴുങ്ങിയതാണ്. അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം നമുക്ക് തൊലി വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ. ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. ഒരു ബൗൾ എടുത്തു, അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയാണ് ബെറ്റർ, മൈദപ്പൊടിയേക്കാളും ഇതിന് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. ഇനി ഞാനിവിടെ ഒരു 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ്, ചതച്ചെടുത്തതാണിത്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതിൽ വെള്ളം ചേർക്കുന്നില്ല, ഒത്തിരി പോലും വെള്ളം ഇതിൽ ചേർക്കുന്നില്ല. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിലേക്ക് ഒരു തരി അല്ലെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടാറ്റോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ടിപ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഓയിലുമായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് മറ്റ് ഡ്രൈ ആയിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, അത് ഒരൊറ്റ പൊട്ടാറ്റോ പീസ് പോലും ഒട്ടി കിടക്കുന്നില്ല. അതിനുശേഷം ഇത് വീണ്ടും ഈ ഡ്രൈ പൗഡറിൽ മിക്സ് ചെയ്യാം. പൊട്ടാറ്റോ മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇത് ചൂടായതിനു ശേഷം ആ പൊട്ടാറ്റോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇവിടെ നമുക്ക് ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല, കംപ്ലീറ്റ് ഓയിലിൽ മുക്കി പൊരിക്കേണ്ട, ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈഡ് ആവശ്യമുള്ളൂ. കാരണം പൊട്ടാറ്റോ ഓൾറെഡി കുക്ക്ഡ് ആണ്. ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇട്ടതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ചിട്ട് ഒന്ന് വേവിക്കണം. ഒരു 2 മിനിറ്റ് ഒന്നുകൂടി വേവിക്കണം. പൊട്ടാറ്റോ ഓൾറെഡി വെന്തതാണ്, എങ്കിൽ പോലും ആ ഡ്രൈ മസാല അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് മറ്റൊരു ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ അതിൽ കുറച്ച് ഇതിട്ട് കൊടുക്കാം, ചീസ് ഇട്ട് കൊടുക്കാം. ഇത് സോസുമായിട്ട് യൂസ് ചെയ്യാം. താങ്ക് യു.